ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൊതുജീവിതത്തിൽ വിജയിക്കുകയും വ്യക്തിജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ. നിങ്ങളും എന്നെ തോൽപ്പിക്കരുത്. അയ്യോ, അത്ര എനിക്ക് പറയാനുള്ളൂ. അവളുടെ ചരിത്രം മുഴുവനെ ഞാനിവിടെ വിളമ്പണോ? അതിനു മുമ്പ് നിന്റെ ചരിത്രം മുഴുവൻ ഞാനിവിടെ വിളമ്പണോ? മാന്തി എടുത്ത് എന്നെ കൊണ്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിക്കരുത്. ആകെ നാറും. നിങ്ങളുടെ ശരിക്കുള്ള മുഖം കണ്ട ബഹുമാനപ്പെട്ട ഈ ക്ലബ് അംഗങ്ങൾ ഓടും. ഈ ചരിത്രം അറിയാവുന്നോണ്ടായിരിക്കും എന്നോടും എന്റെ മകനോടും എന്റെ കുടുംബത്തോടുമുള്ള നിങ്ങളുടെ പകയും വൈരാഗ്യവും. അവനെ പല സ്ഥലങ്ങളിൽ വെച്ച് ഒതുക്കാൻ നിങ്ങളും നിങ്ങളുടെ മകനും കൂടി ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാ ഇനി അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇല്ലെങ്കിൽ എടോ, താനേ കവല ചട്ടമ്പികളെ പണ്ട് അടിച്ചൊതുക്കി കാണും. ആ വീരവാദവും പറഞ്ഞ് അംബികയോ അംബികയുടെ മകനെയോ നേരിടാൻ വന്ന നീ വിവരം അറിയും. നിർത്തടി. സ്ത്രീപക്ഷ മര്യാദ ഞാനങ്ങ് വിടും, നിന്റെ കാര്യത്തിൽ മാത്രം. കാരണം നീ സ്ത്രീ അല്ലാത്തതുകൊണ്ട്. ഈ നിൽക്കുന്ന എല്ലാ സഹോദരിമാരെയും ഞാൻ ബഹുമാനിക്കുന്നു. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ ജനിക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ നിന്റെ സ്ഥലത്ത് ദേവതകളല്ല, ചെകുത്താന്മാരാ ജനിക്കുന്നേ. ആ, ഞാനിപ്പോ അവസാനിപ്പിക്കുക. വർമ്മ സാറിന്റെ ചേച്ചിയില്ലെന്ന് കരുതി പലവട്ടം ഞാൻ ക്ഷമിച്ചതാ. ഇനിയൊന്നില്ല. ഇന്നലെ നീ എന്റെ മകന്റെ നേരെ നീ നിന്റെ ഗുണ്ടകളെ വിട്ടുന്ന് ഞാൻ അറിഞ്ഞു. ഒരു പ്രാവശ്യം കൂടി ഞാൻ ക്ഷമിക്കുന്നു. മേലാൽ എന്റെ മകന്റെ നേരെയോ എന്റെ മരുമകളുടെ നേരെയോ നീ കൈ ഉയർത്തിയ കാളിയനെ കൊന്ന സാക്ഷാൽ വേണുഗോപാലനാകും. കാളിന്തിയിലിട്ട് ഭഗവാൻ അഹങ്കാരിയായ കാളിയനെ ചവിട്ടി തത്തി കൊന്നില്ലേ? ഇവിടെ കാളിന്തി ഇല്ലാത്തതുകൊണ്ട് കരമനയറിയാൻ തെരഞ്ഞെടുക്കും. മനസ്സിലായോടി? തീർത്തുകളയും നിന്നെ. ഋതു, ഇങ്ങനെ വിഷമിക്കാതെ. അക്കാര്യം തൽക്കാലം അങ്ങ് മറന്നേക്ക്. രാജു, വർമ്മ സാറിന് വിഷമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. അച്ഛനാ വലുത്. ദേ, അമ്മയെ കാണുമെന്ന് ഋതു എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് കഴിയാതെ വന്നതില് എനിക്കും ദുഃഖമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്തായാലും ഒരു ഈഗോ ക്ലാഷ് അല്ല. ഇതിന്റെ പിന്നില് ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാനങ്ങനെ പറഞ്ഞതില് നിനക്ക് വിഷമമുണ്ടോ? ഇല്ല. എന്തായാലും നിന്നെ പ്രസവിച്ച അമ്മയല്ലേ.
പ്രസവിച്ച അമ്മയെ കാണാൻ പോകുന്നതിനൊന്നും ഞാൻ തടസ്സമല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരു മഹാപാവമാണ്. എന്റെ ജന്മശത്രുവിനെ നിങ്ങൾ വെറുക്കണമെന്ന് ഞാൻ പറയില്ല. എന്നെ മാത്രമേ സ്നേഹിക്കാവൂന്നും എനിക്ക് നിർബന്ധവുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിനക്ക് പോകണമെങ്കിൽ പോവാം. ഇവിടെ ആരും അതിന് തടയില്ല. പക്ഷേ ആ സ്ത്രീയെ നീ കണ്ടെന്നോ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനവും ഉണ്ടാവില്ല, എന്റെ ജീവിതത്തിലും ഉണ്ടാവില്ല. അയ്യോ സർ, ഇല്ലച്ച, അച്ഛനെ ധിക്കരിച്ച് ഞാൻ അങ്ങനെ ചെയ്യില്ല. അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ പ്രസവിച്ച അമ്മയല്ലേ, കാണണമെന്ന് ആഗ്രഹിച്ചു പോയി. ആഗ്രഹിച്ചത് തെറ്റാണോ? ആഗ്രഹങ്ങൾ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. നിനക്ക് പോകണമെങ്കിൽ പോവാം. ഇല്ല, ഞാൻ പോവില്ല, ഉറപ്പ്. അങ്ങനെയുള്ള ഉറപ്പുകളൊന്നും എനിക്ക് തരണ്ട. ചില വാക്കുകളൊക്കെ പിന്നെ പാലിക്കാൻ പറ്റാണ്ട് വരും. വാക്ക് തന്നവരും വിശ്വസിച്ചവരൊക്കെ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ വിളിച്ചു പറയാൻ എന്റെ ആത്മാഭിമാനം എന്നെ അനുവദിക്കുന്നില്ല. പൊതുജീവിതത്തിൽ വിജയിക്കുകയും വ്യക്തിജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ. നിങ്ങളും എന്നെ തോൽപ്പിക്കരുത്. അയ്യോ അത്ര എനിക്ക് പറയാനുള്ളൂ. അമ്മയും അച്ഛനും ബദ്ധശത്രുക്കളാവുമ്പോ മക്കളുടെ ഒരവസ്ഥ ആർക്കെങ്കിലും ഒരാൾക്ക് ക്ഷമിച്ചൂടെ? അവളങ്ങ് നാണം കെട്ടുപോയി. എവിടെ പോയി കുളിച്ച ഈ നാറ്റം മാറും? അവളെ ആശ്വസിപ്പിക്കാൻ വേറൊരുത്തി ഇവിടെ ഉണ്ട്. എന്തിനും പോരാത്ത പുഷ്കല കൃഷ്ണൻകുട്ടി. ദാ വരുന്നുണ്ട്. അതങ്ങ് മനസ്സിന്ന് വിട്ടുകളാമ്പികെ. ആ യൂസ്ലെസ് പോയില്ലേ? എന്നാലും അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാൻ എന്റെ ആങ്ങളയുടെ ജീവിതം തകർത്തൂന്ന്. അകലെ